കുതിരാനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാന മദപ്പാട്. ഇന്നു മുതൽ ആനയെ തുരത്താനുള്ള ദൗത്യം ആരംഭിക്കും. ജനവാസ മേഖലയിൽ നിന്ന് ആനയെ മാറ്റാനുള്ള ദൗത്യം അതീവ സങ്കീർണമെന്നാണ് വിലയിരുത്തൽ. MS ലിഷോയുണ്ട് വിശദവിവരങ്ങളുമായി. ലിഷോ, ഈ സങ്കീർണമായ ദൗത്യത്തെ എങ്ങനെ നേരിടാനാണ് സജ്ജമായിട്ടുള്ളത് വനം വകുപ്പ്? അതായത് ഇന്നിപ്പോൾ 2 കുങ്കിയാനകളെ ഉപയോഗിച്ച് ഇവിടെ പരിശോധനകൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രദേശത്ത് ഞാൻ ഈ നിൽക്കുന്ന കുതിരാൻ പ്രദേശത്ത് ഇരുമ്പുപാലം ഭാഗത്താണ് പ്രധാനമായും സ്ഥിരമായി ഈ കാട്ടാന ഒറ്റയാൻ ഇറങ്ങി ആകെ ആളുകൾക്ക് നേരെയൊക്കെ തന്നെ പാഞ്ഞെടുക്കുന്നത്. 2 കുങ്കിയാനകൾ ഇതിനോടകം തന്നെ വയനാട്ടിൽ നിന്ന് ഇന്നലെ എത്തിയിട്ടുണ്ട്. ഭരതും വിക്രമുമാണ് ഇന്നലെ ഇവിടേക്ക് എത്തിയ 2 കുങ്കിയാനകൾ. ആ 2 കുങ്കിയാനകളും ഈ സ്ഥലത്തെത്തി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഏകദേശം 9:30 ഈ കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള പരിശോധനകൾ ആരംഭിക്കുകയാണ് പ്രധാനമായും ചെയ്യുന്നത്. മാത്രമല്ല ഈ മേഖലയിൽ ഈ ഇറങ്ങിയ കൊമ്പന് മദപ്പാടുണ്ട് എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് വനം വകുപ്പ് അധികൃതരുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ദൗത്യം ഏറെ ദുഷ്കരമാകും. കാരണം മറ്റൊന്നുമല്ല, ഈ മദപ്പാടിലുള്ള ആനയാണെങ്കിൽ ആനയ്ക്ക് അതിന്റെ പെരുമാറ്റവും മറ്റുമൊക്കെ തന്നെ സ്വഭാവ രീതികളും ഒക്കെ തന്നെ വലിയ തോതിൽ അക്രമാസക്തമാകാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട്. അതിനോടൊപ്പം തന്നെ മയക്കുവെടി വെക്കുകയോ മറ്റ് നടപടിക്രമങ്ങളോ ഒക്കെ തന്നെ എന്തായാലും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ എന്തായാലും ഈ കുങ്കിയാനകൾ വന്നതോടുകൂടി ചെറിയൊരു ആശ്വാസമുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിലെ ഭയപ്പാടിന് ഒട്ടും കുറവില്ല. ചേച്ചി, ഇന്നലെ ഇറങ്ങിയോ? ആന ഇറങ്ങിയോ? ഇറങ്ങിയിട്ടില്ല. ഇനിയിപ്പോ 2 ദിവസമാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് അവനെ ഇറങ്ങും, പറയല്ല. 2 ദിവസമാണ് കഴിഞ്ഞ് അവനെ ഇറങ്ങും, പറയല്ല. 2 ദിവസമാണ് അവന്റെ ദിവസം. 2 ദിവസം വിട്ടാണ് ഇറങ്ങുക. വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഈ ഓടി നടക്കലും വെപ്രാളം കാണിക്കലും ഒക്കെയാണ്. ഈ മതപ്പാടിലുള്ള ആനയാണെന്നാണ് വനവകുപ്പ് സാർമാര് പറയണ. എല്ലാരും 6 മണിയാകുമ്പോഴേക്കും കയറണം. ഇപ്പോൾ നമ്മൾ കന്നാലി വാടിനും ഒക്കെ തീറ്റുകയാണെങ്കിലും നിങ്ങൾ കയറിപ്പോകണം. മതപ്പാടുള്ള ആനയാണ്, അവൻ ഏതിലേ വരികയെന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ കയറിപ്പോകണം. അതിന് ഞങ്ങളോട് വിരോധം നിങ്ങൾക്ക് തോന്നണ്ട. അപ്പോൾ വന്നപ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലേ? ഒരു പ്രതീക്ഷയുണ്ട്, അവനെ കിട്ടും. അതും പോരെങ്കിൽ ഇവിടെ ഈ വാഴാനിയിലോ അല്ലെങ്കിൽ പീച്ചി റേഞ്ചിലോ അവനെ വിട്ടാൽ ശരിയാവില്ല. അവനെ ഇവിടുന്ന് കൊണ്ടുപോകണം. എന്നുവെച്ചാൽ ഈ വഴിയെല്ലാം അവനറിയാവുന്നതാ. ഈ റേഞ്ചും വാഴാനി റേഞ്ച് എല്ലാം അവനറിയാവുന്നതാ. ആൾക്കാർ വിളിച്ചു പറഞ്ഞത് തൊട്ടപ്പുറത്ത് ഒരു ആനവാരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ പ്രദേശത്ത് ഈ ആന നിരന്തരമായിട്ട് അവർക്ക് ഫോട്ടോയും സൗണ്ടൊക്കെ കേട്ടപ്പോൾ അവിടുത്തെ ആളുകൾക്ക് മനസ്സിലായി. അവർ പറയുന്നത് ഇത് അവിടെ വന്നുകൊണ്ടിരുന്ന ആനയാണ്. അപ്പോൾ ഈ ആന ലേറ്റ് കാണുക അല്ലെങ്കിൽ നമ്മൾ വഴി കൂടെ നടന്നു പോകുമ്പോഴൊക്കെ പെട്ടെന്ന് പ്രകോപിക്കും. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവിടെ ഇല്ലാന്ന്. അപ്പോൾ ആ ആന തന്നെയാണ് ഇത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കാട്ടിലേക്ക് വിട്ടാൽ ജനവാസ മേഖലയിലേക്കാണ്, വലതുവശത്തേക്ക് കാണുന്ന കാട്ടിലേക്ക് വിട്ടാൽ അവിടെ ഫെൻസിങ് ഇല്ലാത്ത ഒരു ഫോറസ്റ്റാണ്. അപ്പോൾ ഇതൊരു ശാശ്വതമായ പരിഹാരമാണോ എന്നുള്ളത് ഞങ്ങൾക്ക് വലിയൊരു ആശങ്കയുണ്ട്. കാരണം ഇത്രയും നാളുകൂടെ ആന ആക്രമിച്ചിട്ടൊന്നുമില്ല ഒരാളെയും. ഇനി തുടർന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിലൊന്നും നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ. തീർച്ചയായും. അതായത് ഇനിയിപ്പോൾ ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം എന്നുള്ളത് ഈ ആനയെ ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ളത് തന്നെയാണ്. കാരണം 2 ഭാഗത്തേക്കും, 2 ഭാഗത്ത്, ഒരു ഭാഗത്ത് പീച്ചി വനമേഖലയും മറ്റൊരു ഭാഗത്ത് വാഴാനി വനമേഖലയുമാണ്. ഈ 2 ഭാഗത്തും ആ വനം പ്രദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനവാസ മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്കൊക്കെ തന്നെ ആനയെ മാറ്റുകയാണെങ്കിൽ അവിടെയുള്ള ആളുകളെ ബാധിക്കും. അതുപോലെ തന്നെ ഈ ഏരിയയൊക്കെ അറിയാവുന്ന ആനയായതിനാൽ അങ്ങനെയെങ്കിൽ ഈ മയക്കുവെടി വെക്കേണ്ടി വരുന്ന സാഹചര്യം വന്നാൽ അതെങ്ങനെയാണ് ഇവർ പദ്ധതിയിട്ടിട്ടുള്ളത്? നിലവിൽ അതിനുള്ള സംഘം ആരൊക്കെയാണ്? അതും സജ്ജമല്ലേ? അത് ആദ്യഘട്ടത്തിൽ ഇത് തീരുമാനം എടുത്തിട്ടില്ല. കാരണം മയക്കുവെടി വെക്കുകയും മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ CCFൻ്റെ ഉൾപ്പെടെ ഉത്തരവുകൾ ഇറങ്ങിയ ശേഷം അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കാനേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഇവർ ശ്രമിക്കുന്നത് ഈ ഒറ്റയാൻ ഇങ്ങോട്ടേക്ക് ജനവാസ മേഖലയിലേക്ക് സ്ഥിരമായി ഇറങ്ങാതിരിക്കാനുള്ള ഈ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് അവയെ ചെറുക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കരുതുന്നത്. അത് വിജയകരമാകുമോ എന്നുള്ള കാര്യത്തിലുള്ള ആശങ്കയാണ് നാട്ടുകാർ പ്രകടിപ്പിച്ചത്. എന്തായാലും നോക്കാം എങ്ങനെയാണ് വനംവകുപ്പിൻ്റെ ഒരു ഓപ്പറേഷൻ, ആ ദൗത്യം ആരംഭിക്കുക എന്നുള്ളത്. ഇന്ന് തന്നെ ആ ദൗത്യം ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അത് പക്ഷേ ഇന്നിപ്പോൾ ഒരു പരിശോധനകളും മറ്റുമാണ് നടക്കുക. തൊട്ടടുത്ത ദിവസങ്ങളിലായിരിക്കും തുടർ നടപടികളൊക്കെ തന്നെ സ്വീകരിക്കുക. ശരി, MS ലിഷോയാണ് വിശദവിവരം പങ്കുവച്ചത്.